Hi all, welcome to Learnino. നമുക്ക് മൊഡ്യൂൾ 4-ലെ എസ്എ ക്വസ്റ്റ്യൻസ് നോക്കാം. എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള എസ്എ ക്വസ്റ്റ്യൻസ്. ഓക്കെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് വേരിയസ് സ്റ്റെപ്സ് ഇൻവോൾവ് സീവേജ് വാട്ടർ ട്രീറ്റ്മെൻറ്റ്. നമുക്കറിയാം സീവേജ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് സീവേജ്? അതായത് വേസ്റ്റ് വാട്ടറിനെ ട്രീറ്റ് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വെള്ളമായിട്ട് എടുക്കുന്ന പ്രോസസ്സാണ് സീവേജ് വാട്ടർ ട്രീറ്റ്മെൻറ്റ്. സീവേജ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൗസ് ഹോൾഡ് വേസ്റ്റ്, ഹോസ്പിറ്റൽ വേസ്റ്റ് അങ്ങനെയുള്ള വേസ്റ്റാണ്. ഈ പ്രോസസ്സിന് വിളിക്കുന്ന പേരാണ് സീവറേജ്. അപ്പോൾ നമുക്കൊരു 3 പ്രധാനപ്പെട്ട സ്റ്റെപ്പ് വഴിയാണ് ഈ ഒരു പ്രോസസ്സ് നമുക്ക് നടത്താൻ പറ്റുന്നത്. പ്രൈമറി ട്രീറ്റ്മെൻറ്റ്, സെക്കൻഡറി ട്രീറ്റ്മെൻറ്റ് ആൻഡ് ടെറിഷറി ട്രീറ്റ്മെൻറ്റ്. പ്രൈമറി ട്രീറ്റ്മെൻറ്റ് ഇൻക്ലൂഡ് ലാർജ് സോളിഡ് ആൻഡ് ഇനോർഗാനിക് മെറ്റീരിയൽ സെപ്പറേഷൻ. അതായത് വലിയ മെറ്റീരിയൽസിനെ, സോളിഡും ഇനോർഗാനിക് ആയിട്ടുള്ള മെറ്റീരിയലിനെ സെപ്പറേറ്റ് ചെയ്യുന്നതിനെയാണ് പ്രൈമറി ട്രീറ്റ്മെൻറ്റ്. അവിടെ നമുക്ക് 2 പ്രോസസ്സ് വഴിയാണ് ഇത് നടത്താൻ പറ്റുന്നത്. സ്ക്രീനിങ് ആൻഡ് സെഡിമെൻറ്റേഷൻ. സ്ക്രീനിങ് മീൻസ് നമുക്ക് വാട്ടറിനെ വലിയ സ്ക്രീൻസ് ഉപയോഗിച്ച് എന്ത് ചെയ്യാം, ഫിൽട്ടർ ചെയ്യാം. അപ്പോൾ ഇതിനകത്തുള്ള വലിയ പാർട്ടിക്കിൾ, വേസ്റ്റ് പാർട്ടിക്കിൾ ഇവിടെ കിടക്കുകയും ചെയ്യും. വാട്ടർ ഈ ഒരു സ്ക്രീനിൽ കൂടി, ഈ ഒരു അരിപ്പയിലൂടെ കടന്നു പോവുകയും ചെയ്യും. ഇനി നമുക്ക് സസ്പെൻഡഡ് ഇമ്പ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി സെഡിമെൻറ്റേഷൻ. വലിയ ടാങ്കിൽ ഈ ഒരു വാട്ടറിനെ കെട്ടി നിർത്തുക. അപ്പോൾ എന്ത് ചെയ്യും, വേസ്റ്റ് സെഡിമെൻറ്റ് ചെയ്യും. ഇനി അങ്ങനെ സെഡിമെൻറ്റ് ചെയ്യാത്ത കേസിൽ ആലം പോലുള്ള കൊയാഗുലൻസ് ആഡ് ചെയ്ത് കൊടുത്ത് നമുക്ക് ഈ സെഡിമെൻറ്റേഷൻ പ്രോസസ്സ് ഫാസ്റ്ററായിട്ട് നടത്താം. Then second is secondary treatment or biological treatment. അത് എയ്റോബിക് ആയിട്ടും അനേറോബിക് ആയിട്ടും വേസ്റ്റിനെ ഡീകമ്പോസ് ചെയ്യുന്ന പ്രോസസ്സാണ് സെക്കൻഡറി ട്രീറ്റ്മെൻറ്റ്. അതിൽ ഫസ്റ്റ് വൺ is trickling filter method. ഈ പറഞ്ഞതുപോലെ ഈ ഒരു രീതിയിലൊരു ഫിൽറ്റർ ഉണ്ട്. ഈ ഫിൽറ്ററിനെ വിളിക്കുന്ന പേരാണ് ട്രിക്ലിംഗ് ഫിൽറ്റർ. ഇതിനകത്ത് ഒരു റോട്ടർ ഉണ്ട്, കറങ്ങുന്ന ഒരു റോട്ടർ ഉണ്ട്. പിന്നെ ഒരു ബെഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ബ്രിക്കും, ബ്രോക്കൺ ബ്രിക്സും ക്രഷ്ഡ് റോക്സും ഒക്കെ വെച്ചിട്ട് ഒരു ബെഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇൻലെറ്റ് വഴി വാട്ടറിനെ ആഡ് ചെയ്ത് കൊടുക്കും. ആഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു റോട്ടർ എന്ത് ചെയ്യും, മൂവ് ചെയ്യും. It is a rectangular shaped 2 meter depth. It is filled with crushed rock, broken bricks, etc. On that microbial growth occur. അപ്പോൾ ഇതിനകത്ത് മൈക്രോ ഓർഗാനിസംസ് വളരുന്നുണ്ട്. എന്നിട്ട് സീവേജ് ട്രിക്കിൾസ്, സീവേജ് വരുന്ന സമയത്ത് ഈ ഒരു റോട്ടർ കിടന്ന് കറങ്ങും. ആ സമയത്ത് ഈ ബെഡിലുള്ള മൈക്രോ ഓർഗാനിസംസ് നമ്മുടെ സീവേജ് വാട്ടറിലുള്ള വേസ്റ്റിനെ ഡീകമ്പോസ് ചെയ്യും. എന്നിട്ട് ബാക്കി വാട്ടറിനെ ഈ ഔട്ട്ലെറ്റ് വഴി പുറത്തേക്ക് വരും. ഇത് എയ്റോബിക് കണ്ടീഷനിൽ നടക്കുന്ന പ്രോസസ്സാണ്. ഓക്കെ, ഇറ്റ് ഈസ് കാൾഡ് ട്രിക്ലിംഗ് ഫിൽറ്റർ പ്രോസസ്. ഇനി ഇതല്ല, ഒരു ആക്ടിവേറ്റഡ് സ്ലഡ്ജ് ഉപയോഗിച്ചും നമുക്ക് ഈ ഒരു ബയോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് നടത്താം. ഒരു ആക്ടിവേറ്റഡ് സ്ലഡ്ജ്, പ്രീവിയസ് ഓക്സിഡേഷൻ പ്രോസസ്സ് വഴിയുള്ള ഒരു ആക്ടിവേറ്റഡ് സ്ലഡ്ജ് ഉപയോഗിച്ച് നമുക്ക് വേസ്റ്റിനെ റിമൂവ് ചെയ്യാം. ഇനി അനേറോബിക് ആയിട്ട് അപ്ലോ അനേറോബിക് സ്ലഡ്ജ് ബ്ലാങ്കറ്റ് പ്രോസസ്സ് അല്ലെങ്കിൽ UASP മെത്തേഡ് വഴി നമുക്ക് അനേറോബിക്കലി ഡീകമ്പോസ് ചെയ്യാം. അപ്പോൾ ഇവിടെയും ഇതേപോലെ ഒരു റെക്റ്റാങ്കുലർ ആയിട്ടുള്ളൊരു അപ്പാരറ്റസ് ആണ്. ഇതിനകത്തൊരു ബെഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 3 കളക്റ്റിംഗ് ഗ്യാസിനെ കളക്ട് ചെയ്യാനുള്ള 3 കളക്ടർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ സീവേജ് വാട്ടറിനെ ഒരു ബോട്ടം പൊസിഷനിലൂടെയാണ് ഇതിനകത്ത് കയറ്റി വിടുന്നത്. ആസ് ദ വേസ്റ്റ് കം ഇൻ കോണ്ടാക്ട് ബയോളജിക്കൽ ഗ്രാനുൾ അനേറോബിക് ഓക്സിഡേഷൻ ടേക്സ് പ്ലേസ്. അപ്പോൾ ഇവിടെ വേസ്റ്റ് ഈ ഒരു ബെഡുമായിട്ട് കോണ്ടാക്റ്റിൽ വരുമ്പോൾ അനേറോബിക് ഓക്സിഡേഷൻ നടക്കും. അനേറോബിക് ഓക്സിഡേഷൻ്റെ ഫലമായിട്ട് മീഥേൻ ഗ്യാസ് പോവും. ഈ മീഥേൻ ഗ്യാസിനെ ഇവിടെ വെച്ച് എന്ത് ചെയ്യും, കളക്ട് ചെയ്യും. അപ്പോൾ വേസ്റ്റിനെ ഡീകമ്പോസ് ചെയ്യാം, മീഥേൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. ഇറ്റ് ഈസ് കാൾഡ് UASP മെത്തേഡ്. ദെൻ ടെറിഷറി ട്രീറ്റ്മെൻറ്റ്. ടെറിഷറി ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നൈട്രജൻ, ഫോസ്ഫറസ് തുടങ്ങിയ ഹാംഫുൾ ആയിട്ടുള്ള വേസ്റ്റിനെ എന്ത് ചെയ്യണം, റിമൂവ് ചെയ്യണം. അപ്പം അതിന് വേണ്ടിയിട്ട് 3 മെത്തേഡ് ഉപയോഗിക്കാം. ഫസ്റ്റ് ഈസ് precipitation, സെക്കൻഡ് ഈസ് നൈട്രജൻ സ്ട്രിപ്പിംഗ് ആൻഡ് ദെൻ തേർഡ് ഈസ് ക്ലോറിനേഷൻ. precipitation എന്ന് പറയുമ്പോൾ ഈ ഒരു വാട്ടറിനെ കാൽഷ്യം ഓക്സൈഡ് വെച്ച് ട്രീറ്റ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യും, വാട്ടറിലുള്ള ഫോസ്ഫറസ് കാൽഷ്യം ഫോസ്ഫേറ്റ് ആയിട്ട് പുറത്തേക്ക് പോകും.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കാൽഷ്യം ഓക്സൈഡിനെ ആഡ് ചെയ്ത് കൊടുക്കാം. ദെൻ നൈട്രജൻ സ്ട്രിപ്പിംഗ്, അമോണിയ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സീരീസ് ഓഫ് ബഫിൽ പ്ലേറ്റ്സിനെ വെക്കുക. അമോണിയയ്ക്ക് ഡെൻസിറ്റി കുറവായത്, എയറിനെക്കാട്ടിയും ഡെൻസിറ്റി കുറവായതുകൊണ്ട് തന്നെ നമുക്കതിനെ റിമൂവ് ചെയ്ത് മാറ്റാം. ദെൻ പാത്തോജൻസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി ഈ വാട്ടറിനകത്തോട്ട് ക്ലോറിനെ ആഡ് ചെയ്ത് കൊടുക്കുക. ദാറ്റ് ഈസ് കാൾഡ് ക്ലോറിനേഷൻ. അപ്പൊ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ സീവേജ് വാട്ടർ ഒരുവിധം ഉപയോഗിക്കാൻ പറ്റുന്ന വാട്ടർ ആക്കി നമുക്ക് മാറ്റാനായിട്ട് പറ്റും. ഓക്കെ. Second question is explain various disinfection method. വാട്ടറിലെ പാത്തോജൻസിനെ, ഡിസീസ് കോസിംഗ് മൈക്രോ ഓർഗാനിസത്തിനെ ഇല്ലാതാക്കുന്ന പ്രോസസ്സാണ് ഡിസ്ഇൻഫെക്ഷൻ മെത്തേഡ്. ഫസ്റ്റ് വൺ ഈസ് ക്ലോറിനേഷൻ. എല്ലാവർക്കും അറിയാം, when chlorine is added to water it produce hypochlorite. ഈ ഹൈപ്പോക്ലോറേറ്റ് എൻസൈംസിനെ ഡീആക്ടിവേറ്റ് ചെയ്യും. അപ്പൊ ഇതിനെ അഫക്റ്റ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. ടൈം ഓഫ് കോണ്ടാക്ട്, ബിഗിനിങ്ങിൽ നല്ല രീതിയിൽ ഇത് വർക്ക് ചെയ്യും, സമയം കഴിയും തോറും ഇതിന്റെ എഫിഷ്യൻസി കുറയും. ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് മൈക്രോബ്സിന്റെ ഡെത്ത് റേറ്റ് കൂടും, അതുപോലെ തന്നെ pH കൂടുമ്പോഴും ഡെത്ത് റേറ്റ് കൂടും. അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വെരി എക്കണോമിക്കൽ ആൻഡ് എഫക്റ്റീവ്. ഇറ്റ് ക്യാൻ യൂസ്ഡ് ആസ് ലോ ആൻഡ് ഹൈ ടെമ്പറേച്ചർ. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ അൺപ്ലസന്റ് ടേസ്റ്റും ഓർഡറും ഇറിറ്റേഷൻസും ഒക്കെ ഉണ്ടാവും. സെക്കൻഡ് ഈസ് ഓസോൺ. ഓസോണിനെ നമുക്ക് കോൾഡ് ആൻഡ് ഡ്രൈ ഓക്സിജനിൽ കൂടെ ഇലക്ട്രിക് ഡിസ്ചാർജ് പാസ് ചെയ്തിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഈ ഓസോൺ O3 ആണ്. O3 എന്ത് ചെയ്യും? ഡീകമ്പോസ് ചെയ്ത് O2ഉം Oയും ആവും. ദിസ് O ഈസ് കാൾഡ് നേസന്റ് ഓക്സിജൻ. ഈ നേസന്റ് ഓക്സിജൻ ആണ് മൈക്രോ ഓർഗാനിസത്തിനെ കിൽ ചെയ്യുന്ന ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഈ മെത്തേഡ് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഇതിന് ക്ലോറിനേഷൻ അപേക്ഷിച്ച് കളറോ അൺപ്ലസന്റ് ആയിട്ടുള്ള ടേസ്റ്റോ ഒന്നും തന്നെ ഉണ്ടാവത്തില്ല. ദെൻ നെക്സ്റ്റ് മെത്തേഡ് ഈസ് UV മെത്തേഡ്. UV ലൈറ്റിനെ ഉണ്ടാക്കിക്കൊണ്ട്, അതായത് മെർക്കുറി ലാമ്പ് ഒരു കോർട്സ് ഗ്ലോബ് എൻക്ലോസ് ചെയ്ത ഒരു മെർക്കുറി ലാമ്പിൽ കൂടി എന്ത് ചെയ്യുക, കറണ്ടിനെ പാസ് ചെയ്താൽ നമുക്ക് UV ലൈറ്റ് കിട്ടും. ഈ UV ലൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് വാട്ടറിനെ ട്രീറ്റ് ചെയ്ത് അതിലെ പാത്തോജൻസിനെ കില്ല് ചെയ്യാൻ പറ്റും. ഈ മെത്തേഡ് വളരെ കോസ്റ്റ് ആണ്, പക്ഷെ നമുക്ക് ഇതിനകത്ത് ഒരു ടേസ്റ്റോ ഓർഡറോ സ്മെല്ലോ ഒന്നും ഇല്ലാത്ത വാട്ടറിനെ പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും. ഇത് മെയിനായിട്ടും അമ്യൂസ്മെന്റ് പാർക്കുകളിലും സ്വിമ്മിംഗ് പൂൾസുകളിലും ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഡ്രിങ്കിങ് വാട്ടർ പ്യൂരിഫയേഴ്സിലും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. Next question is, what are the difference between temporary and permanent hardness? Temporary hardness എന്ന് പറയുന്നത് it is called bicarbonate hardness. It is due to the presence of carbonates and bicarbonates of calcium and magnesium. സിമ്പിൾ ബോയിലിംഗ് വഴി നമുക്ക് ടെമ്പററി ഹാർഡ്നെസ്സിനെ റിമൂവ് ചെയ്യാൻ പറ്റും. ഇതിനെ വിളിക്കുന്ന പേര് കാർബണേറ്റ് ഹാർഡ്നെസ്. പെർമനന്റ് ഹാർഡ്നെസ് എന്ന് പറയുമ്പോൾ ക്ലോറൈഡ്സ് ആൻഡ് സൾഫേറ്റ്സ് ഓഫ് കാൽഷ്യം ആൻഡ് മഗ്നീഷ്യം. ഇതിന് നമുക്ക് സിമ്പിൾ ബോയിലിംഗ് വഴി റിമൂവ് ചെയ്യാൻ പറ്റത്തില്ല. ഇതിനെ വിളിക്കുന്നത് നോൺ കാർബണേറ്റ് ഹാർഡ്നെസ് എന്നാണ്. അപ്പൊ ഏതെങ്കിലും ഒരു മൂന്ന് പോയിന്റ്സ് പഠിച്ചു വെക്കുക. Then next question is, what is reverse osmosis? എന്താണ് reverse osmosis? When two solutions of unequal concentration are separated by a semi-permeable membrane, the flow of solvent takes place from dilute to concentrated side due to osmosis. അപ്പോൾ എന്താണ് ഓസ്മോസിസ് എന്ന് അറിയണം. ഒരു സെമി പെർമെബിൾ മെമ്പറൈൻ വെച്ചിട്ട് അൺഈക്വൽ കോൺസെൻട്രേഷനെ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സോൾവെന്റ് ഡയലൂട്ട് സൈഡിൽ നിന്ന് കോൺസെൻട്രേറ്റഡ് സൈഡിലേക്ക് ഫ്ലോ ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഓസ്മോസിസ്. ഈ ഓസ്മോസിസിന് എതിരാണ് റിവേഴ്സ് ഓസ്മോസിസ്, ഓപ്പോസിറ്റ് ആണ്. അപ്പൊ നമ്മൾ ഇവിടെ ഒരു ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷറിനെ അപ്ലൈ ചെയ്ത് കൊടുക്കും. ഈ ഒരു പൊസിഷനിൽ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷറിനെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് സെമി പെർമെബിൾ മെമ്പറൈനിൽ കൂടെ ഓസ്മോസിസിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് സംഭവിക്കും. അതായത് സോൾവെന്റ് ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്ക് പോകും. ദിസ് പ്രോസസ് ഈസ് കാൾഡ് റിവേഴ്സ് ഓസ്മോസിസ്. ഇതുവഴി നമുക്ക് കടൽ വെള്ളത്തിൽ നിന്ന് വെള്ളത്തിനെ ശുദ്ധീകരിച്ചെടുക്കാനായിട്ട് പറ്റും. പിന്നെ കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്. എല്ലാ അയോണിക്, നോ അയോണിക്, കൊളോയിഡൽ, ഹൈ മോളിക്കുലർ വെയിറ്റ് ഓർഗാനിക് മാറ്റേഴ്സിനെ എല്ലാം റിമൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത് വളരെ ലോ ഓപ്പറേഷൻ കോസ്റ്റും സിംപ്ലിസിറ്റി ആണ്. സേഫ് ഡ്രിങ്കിങ് വാട്ടർ കിട്ടുന്നുണ്ട്. വാട്ടർ ബോൺ ഡിസീസസ് ഒന്നും ഉണ്ടാവില്ല. ഇനി ഡിസഡ്വാൻറ്റേജ് വന്നാൽ നമുക്ക് വേണ്ടുന്ന മിനറൽസിനെ കൂടി ഈ പ്രോസസ്സ് വഴി റിമൂവ് ചെയ്തു പോകുന്നുണ്ട്. അതുപോലെ തന്നെ ചില കണ്ടാമിനൻസ് ഒന്നും റിമൂവ് ആവുന്നില്ല. ഇനി അങ്ങനെ റിമൂവ് ആവാൻ വേണ്ടി അഡീഷണൽ സ്റ്റെപ്സ് നമുക്ക് ആവശ്യമായിട്ടുണ്ട്.
അതുപോലെ തന്നെ ഓപ്പറേഷണൽ കോസ്റ്റ് കുറവാണെങ്കിലും ഹൈ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതൊക്കെയാണ് അതിന്റെ ഡിസഡ്വാൻറ്റേജ്. ഓക്കെ, then compare BOD and COD, biological oxygen demand and chemical oxygen demand. What is meant by BOD? Biological oxygen demand can be defined as the amount of oxygen required by aerobic microorganisms for oxidation of biologically oxidizable matter present in 1 liter of sewage for a period of 5 days at 20 degrees Celsius. 1 ലിറ്റർ സീവേജ് വാട്ടറിലെ വേസ്റ്റിനെ അതായത് ഓർഗാനിക് വേസ്റ്റിനെ ഡീകമ്പോസ് ചെയ്യാൻ എയ്റോബിക് മൈക്രോ ഓർഗാനിസത്തിന് വേണ്ടുന്ന ഓക്സിജന്റെ അളവ് അത് എത്ര ദിവസത്തേക്കാണ്? 5 ദിവസത്തേക്ക് 20 ഡിഗ്രി സെൽഷ്യസിൽ. 5 ദിവസത്തേക്ക് 20 ഡിഗ്രി സെൽഷ്യസിൽ 1 ലിറ്റർ സീവേജ് വാട്ടറിലെ വേസ്റ്റിനെ എയ്റോബിക്കലി ഡീകമ്പോസ് ചെയ്യാൻ വേണ്ടുന്ന ഓക്സിജന്റെ അളവിനെയാണ് BOD എന്ന് പറയുന്നത്. അപ്പോൾ BOD വച്ചിട്ട് നമുക്ക് പൊല്യൂഷൻ എക്സ്റ്റെൻഡ് കണ്ടുപിടിക്കാൻ പറ്റും. BOD കൂടുതലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം ഓക്സിജൻ വേണം, കാരണം അവിടെ അത്രത്തോളം വേസ്റ്റ് ഉണ്ടെന്നാണ് അർത്ഥം. ലാർജർ ദ കോൺസെൻട്രേഷൻ ഓഫ് ഓർഗാനിക് മാറ്റർ ഗ്രേറ്റർ വിൽ ബി ദ BOD. Larger the BOD, greater will be the pollution. BOD helps to find the degree of pollution and used for pollution study. അപ്പോൾ 5 ദിവസത്തേക്ക് 20 ഡിഗ്രി സെൽഷ്യസിൽ 1 ലിറ്റർ സീവേജ് വാട്ടറിലെ വേസ്റ്റിനെ ഡീകമ്പോസ് ചെയ്യാൻ വേണ്ടുന്ന എയ്റോബിക്കലി ഡീകമ്പോസ് ചെയ്യാൻ വേണ്ടുന്ന ഓക്സിജന്റെ എമൗണ്ട് ആണ് BOD. ക്ലിയർ ആണല്ലോ? ദെൻ COD, കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. അതായത് ബയോളജിക്കലി ആക്റ്റീവ് ആയതും ബയോളജിക്കലി ഇനേർട്ട് ആയതുമായിട്ടുള്ള വേസ്റ്റിനെ 1 ലിറ്റർ സീവേജ് വാട്ടറിലെ വേസ്റ്റിനെ ഡീകമ്പോസ് ചെയ്യാൻ വേണ്ടുന്ന ഓക്സിജനെ വിളിക്കുന്ന പേരാണ് COD. മറ്റേതായിരുന്നെങ്കിൽ ബയോളജിക്കലി ആക്റ്റീവ് മാത്രമേ ഉള്ളായിരുന്നത് എല്ലാ വേസ്റ്റിനെയും. ഇതും അതുപോലെ തന്നെ ഓർഗാനിക് പൊല്യൂഷൻ, വാട്ടർ ക്വാളിറ്റി ഇതിൻ്റെയൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഹൈ COD വാല്യൂ എന്ന് പറഞ്ഞാൽ അക്വാട്ടിക് ലൈഫിന് ഹാർംഫുൾ ആണ്. അതുപോലെ തന്നെ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് ഡിസൈനും എഫിഷ്യൻ്റ് ആയിട്ട് ഡിസൈൻ ചെയ്യാനൊക്കെ COD വാല്യൂ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പൊല്യൂഷൻ കൺട്രോള്, എക്കണോമിക് സിഗ്നിഫിക്കൻസ്. പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ഈ ഒരു പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്നത്, അതായത് COD വാല്യൂ ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇതൊരു 3 മണിക്കൂർ കൊണ്ട് നമുക്ക് ഡിറ്റർമൈൻ ചെയ്തെടുക്കാം. മറ്റേത് 5 ദിവസത്തെ പ്രോസസ്സാണ്. ഓക്കെ, then 6th question, write a note on e-waste and its disposal. എന്താണ് e-waste? അതായത് ഇലക്ട്രോണിക് കമ്പോണൻസിനെ യൂസ് ചെയ്ത് കഴിഞ്ഞുള്ള പ്രോപ്പറായിട്ട് ഡിസ്കാർഡ് ചെയ്യാതിരിക്കുമ്പോൾ വരുന്ന വേസ്റ്റ് ആണ് e-waste. ഈ വേസ്റ്റ് നമുക്ക് ഒന്നുകിൽ ലാൻഡ് ഫിൽ ചെയ്യാം, അതായത് വലിയ മാസീവായിട്ടുള്ള ഹോള് ഗ്രൗണ്ടിൽ എടുത്തുകൊണ്ട് ആ പിറ്റിനകത്തോട്ട് നമുക്ക് ഈ ഒരു e-wasteനെ ഇട്ടിട്ട് എന്ത് ചെയ്യാം, മണ്ണിട്ട് മൂടാം. പക്ഷെ അതൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു മെത്തേഡ് ഓഫ് ഡിസ്പോസൽ അല്ല. എന്നാലും നമുക്ക് വലിച്ചെറിയുന്നതിനെ കാട്ടിയും നല്ലത് ലാൻഡ് ഫിൽ ചെയ്യാം. അല്ലെങ്കിൽ ആസിഡ് ബാത്ത്, പവർഫുൾ ആയിട്ടുള്ള സൾഫ്യൂരിക് ആസിഡിലോ ഹൈഡ്രോക്ലോറിക് ആസിഡിലോ ഒക്കെ നമുക്ക് ഈ വേസ്റ്റിനെ എന്ത് ചെയ്യാം, സോക്ക് ചെയ്ത് വെക്കാം. അതും ഒരു കെയർഫുൾ ആയിട്ടുള്ള ഡിസ്പോസൽ പ്രോസസ് അല്ല, എന്നാലും നമുക്കൊരു പരിധിവരെ ഡിസ്പോസ് ചെയ്യാം. അല്ലെങ്കിൽ ഇൻസിനറേഷൻ, വെരി ഹൈ ടെമ്പറേച്ചറിൽ നമുക്ക് ഇൻസിനറേറ്ററുകളിൽ ഇട്ടിട്ടുകൊണ്ട് നമുക്ക് ഈ വേസ്റ്റിനെ കത്തിക്കാം. പക്ഷെ ഇങ്ങനെ കത്തിക്കുന്ന സമയത്ത് ഹൈ ടോക്സിക് ആയിട്ടുള്ള ഗ്യാസ് പുറത്തേക്ക് പോകുന്നു. സോ ഇറ്റ് ഈസ് നോട്ട് അറ്റ് ആൾ ഹെൽത്തി. നമുക്ക് പിന്നെ ചെയ്യാൻ പറ്റുന്നത് റെഡ്യൂസ്, റീസൈക്കിൾ, റീയൂസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ്. റീസൈക്കിൾ എന്ന് പറയുമ്പോൾ ഡിസ്മാൻഡിൽ ചെയ്ത് ആ കമ്പോണൻസ് ഉപയോഗിച്ചുകൊണ്ട് ന്യൂ പ്രോഡക്ട്സിനെ ഉണ്ടാക്കുന്ന പ്രോസസ്സാണ് റീസൈക്കിൾ. ഇനി റീയൂസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പോസിബിൾ ആയിട്ട് ഡിവൈസസിനെ നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും. ചെറിയ ചെറിയ തെറ്റൊക്കെ ആണ് അല്ലെങ്കിൽ മിസ്റ്റേക്സ് ആണെങ്കിൽ നമുക്കതിനെ അവോയ്ഡ് ചെയ്ത് റീയൂസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്കൊരു പുതിയ ഫോമിലോട്ട് മാറ്റിയെടുക്കാൻ പറ്റും. അതാണ് റീയൂസ്. ഈ പറഞ്ഞ മെത്തേഡൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ വേസ്റ്റിനെ പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യുന്നത്. ഓക്കെ, and what is greenhouse effect and what are its causes? Greenhouse effect എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ സണ്ണിന്റെ റേഡിയേഷനെ, നമ്മുടെ എർത്തിൽ വരുന്ന സണ്ണിന്റെ റേഡിയേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, തിരിച്ച് റേഡിയേറ്റ് ചെയ്ത് ബാക്കി പോകുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഗ്രീൻ ഹൗസ് ഗ്യാസസ്
കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ, CFC പോലുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ എമൗണ്ട് അറ്റ്മോസ്ഫിയറിൽ കൂടുമ്പോൾ ഇവർ ഈ സണ്ണിന്റെ റേഡിയേഷനെ ട്രാപ്പ് ചെയ്ത് വെക്കും. ദെൻ ട്രാപ്പ് ചെയ്ത് വെക്കുന്നവരുടെ കൺസിഡറബിൾ ആയിട്ട് ഹീറ്റ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ദിസ് ഈസ് കോൾഡ് ഗ്രീൻ ഹൗസ് എഫക്റ്റ് ആൻഡ് ഇറ്റ് ലെഡ്സ് ടു ഗ്ലോബൽ വാർമിംഗ്. The major contributors to greenhouse gases are factories, automobile, deforestation, etc. ഇവര് greenhouse gasന്റെ amount കൂട്ടുകയും increase the amount of these gases in the atmosphere and to trap the sunlight. സൺലൈറ്റിനെ ട്രാപ്പ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ ഗ്രീൻ ഹൗസ് എഫക്റ്റ് വഴി എന്ത് ചെയ്യും, ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാവുകയും ചെയ്യും. കോസസ് ബേണിംഗ് ഓഫ് ഫോസിൽ ഫ്യൂവൽസ്. അൺവാണ്ടഡ് ആയിട്ട് ഫോസിൽ ഫ്യൂവൽസ് ബേൺ ചെയ്യുന്നത് വഴി കാർബൺ ഡൈ ഓക്സൈഡിന്റെ എമൗണ്ട് കൂടും. ഡീഫോറസ്റ്റേഷൻ വഴിയും കാർബൺ ഡൈ ഓക്സൈഡിന്റെ എമൗണ്ട് കൂടും. ദെൻ ഫാമിംഗ് വഴി ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുന്നത് വഴി നൈട്രസ് ഓക്സൈഡിന്റെ ഉപയോഗം കൂടുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഡിഫൈൻ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്. അതായത് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് 2030 നമ്മൾ ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് എന്ന് പറയുന്ന 17 ഗോളുകൾ യുണൈറ്റഡ് നേഷൻസ് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു 2030 നമ്മൾ ഇതെല്ലാം കൃത്യമായിട്ട് പാലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു സസ്റ്റൈനബിൾ വേൾഡിലോട്ട് നമുക്ക് പോകാനായിട്ട് പറ്റും. അതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്. അതിനകത്ത് വരുന്നത് എലിമിനേറ്റ് പോവർട്ടി, ഇറൈസ് ഹങ്കർ, എസ്റ്റാബ്ലിഷ് ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ്, പ്രൊവൈഡ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ, എൻഫോഴ്സ് ജെൻഡർ ഇക്വാലിറ്റി, improve clean water and sanitation, grow affordable and clean energy, create decent work and economic growth, increase industry, innovation and infrastructure, reduce inequality, mobilize sustainable cities and communities, influence responsible consumption and production, organize climate actions, develop life below water, advance life on land, guarantee peace, justice and strong institutions, build partnership for the goals. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും ഒരു 10 ഗോൾ പഠിച്ചു വെക്കുക. നമ്മുടെ സസ്റ്റൈനബിലിറ്റിക്കും സസ്റ്റൈനബിൾ ഫ്യൂച്ചറിന് വേണ്ടിയിട്ടുള്ള 17 സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ആണ് ഈ പറഞ്ഞത്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് പറഞ്ഞെങ്കിലും ഇത് കൂടാതെ നമുക്ക് ഓസോൺ ലെയർ ഡിപ്ലീഷൻ അതുപോലെ തന്നെ ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എന്തായാലും വരും. അപ്പൊ അതൊക്കെ നമുക്ക് ജനറൽ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ദെൻ അയൺ എക്സ്ചേഞ്ച്, മെത്തേഡ് ഓഫ് വാട്ടർ സോഫ്റ്റനിങ്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചോദിക്കാം. എന്നാൽ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, താങ്ക് യു.